നമസ്കാരം. മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം. ലോകം ഉറ്റുനോക്കുന്ന ഒരു നിർണായക നീക്കം. യൂറോപ്പിലെ ഏറ്റവും വലിയ സൈനിക സംഘർഷം അവസാനിപ്പിക്കാനായി യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി ഒരു പുതിയ സമാധാന ഫോർമുല മുന്നോട്ട് വച്ചിരിക്കുന്നു. യുക്രൈൻ നാറ്റോ അംഗത്വം എന്ന സ്വപ്നം വേണ്ടെന്ന് വെക്കാൻ തയ്യാറാണ് എന്നാണ് സെലൻസ്കിയുടെ പുതിയ നിലപാട്. പക്ഷെ വെറുതെയല്ല, രണ്ട് ഉപാധികളോടുകൂടിയാണ് എന്ന് മാത്രം. ഒന്ന്, റഷ്യയ്ക്ക് ഒരു ഇഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കില്ല. രണ്ട്, നാറ്റോയിൽ അംഗത്വം ഇല്ലെങ്കിലും അതിശക്തമായ സുരക്ഷാ ഗ്യാരണ്ടികൾ യൂറോപ്പ് നൽകണം. അതും വെറുതെ വാക്കാൽ പറഞ്ഞാൽ പോരാ, കരാറായി രേഖകളിൽ വേണം. സെലൻസ്കിയുടെ ഈ വാഗ്ദാനം ഒരു വലിയ വിട്ടുവീഴ്ച തന്നെയാണ്. കാരണം റഷ്യൻ അധിനിവേശത്തിന് പ്രധാന കാരണമായി മോസ്കോ എന്നും ഉയർത്തിക്കാട്ടിയത് യുക്രൈൻ നാറ്റോയിൽ ചേരാനുള്ള ശ്രമമാണ്. അമേരിക്കയും ചില യൂറോപ്യൻ രാജ്യങ്ങളും തങ്ങളുടെ നാറ്റോ അംഗത്വ അപേക്ഷ നിരസിച്ച പശ്ചാത്തലത്തിൽ നാറ്റോ ലക്ഷ്യം ഉപേക്ഷിക്കാൻ യുക്രൈൻ ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ്. ഈ ബുദ്ധി നേരത്തെ തോന്നിയിരുന്നെങ്കിൽ ഒരുപക്ഷെ യുദ്ധം തന്നെ ഉണ്ടാവില്ലായിരുന്നു എന്നാണ് പലരും വിലയിരുത്തുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ അധികാര പരിധി നാറ്റോയിൽ കൂടെ വിപുലീകരിക്കാൻ ശ്രമിക്കുന്നതാണ് യുദ്ധത്തിന് കാരണമെന്നായിരുന്നു എക്കാലവും റഷ്യയുടെ വാദം. നമ്മുടെ രാജ്യവും ഈ വാദത്തിന് ഒപ്പമാണ്. ഈ കൊടുക്കൽ വാങ്ങൽ നിർദ്ദേശം, അതായത് നാറ്റോ വേണ്ട, പകരം സുരക്ഷാ ഗ്യാരണ്ടികൾ വേണം, അതുപോലെ ഭൂമി വിട്ടുകൊടുക്കില്ല എന്ന ഈ ഉറച്ച നിലപാട് ബെർലിനിൽ നടക്കുന്ന നിർണായക ചർച്ചകൾക്ക് പുതിയ മാനമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ജർമ്മൻ തലസ്ഥാനമായ ബെർലിനിൽ വെച്ച് അമേരിക്കൻ യൂറോപ്യൻ ഉദ്യോഗസ്ഥരുമായി ഉന്നതതല ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് വ്ളോഡിമിർ സെലൻസ്കി ഈ ഞെട്ടിക്കുന്ന പ്രഖ്യാപനം നടത്തിയത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ്, ട്രംപിന്റെ മരുമകൻ ജാരേഡ് കുഷ്ണർ എന്നിവരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായിരുന്നു സെലൻസ്കിയുടെ വാക്കുകൾ. യുക്രൈനിന്റെ സമാധാനത്തിനായുള്ള ഒരു ദ്വിമുഖ നിലപാടാണ് ഇത്. ഒന്നാമതായി, പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്ന് ശക്തമായ സുരക്ഷാ ഗ്യാരണ്ടികൾ ലഭിക്കുകയാണെങ്കിൽ നാറ്റോ പ്രവേശനം എന്ന ലക്ഷ്യം ഉപേക്ഷിക്കാൻ തയ്യാറാണ്. രണ്ടാമതായി, റഷ്യയുടെ കൈവശമുള്ള ഒരു പ്രദേശത്തെക്കുറിച്ചും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. സമാധാന ചർച്ചകൾ ബെർലിനിൽ തുടങ്ങിയിരിക്കുമ്പോൾ തന്നെ യുക്രൈൻ തങ്ങളുടെ നിലപാടുകൾ കർശനമാക്കുകയാണ്. ഈ രണ്ട് വിഷയങ്ങളാണ് ഇപ്പോൾ ലോക ശ്രദ്ധാകേന്ദ്രം. എങ്കിലും ഒരു ബദൽ എന്ന നിലയിൽ നാറ്റോ അംഗങ്ങൾക്ക് ലഭിക്കുന്ന അതേ നിലവാരത്തിലുള്ള ശക്തമായ സുരക്ഷാ ഗ്യാരണ്ടികളാണ് യുക്രൈൻ ആവശ്യപ്പെടുന്നത്. ഇത് കേവലം വാക്കാലുള്ള ഉറപ്പുകളായിരിക്കരുത്. സെലൻസ്കി വ്യക്തമാക്കിയത് ഇങ്ങനെയാണ്: ഈ സുരക്ഷാ ഉറപ്പുകൾ റഷ്യൻ ആക്രമണത്തിന്റെ മറ്റൊരു തരംഗം തടയാനുള്ള ഒരു അവസരമാണ്. ഇത് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിട്ടുവീഴ്ചയാണ്. കൂടാതെ ഈ സുരക്ഷാ ഗ്യാരണ്ടികൾക്ക് നിയമപരമായ പിൻബലം വേണം. അമേരിക്കൻ കോൺഗ്രസിന്റെ പിന്തുണ ലഭിക്കണം. എങ്കിൽ മാത്രമേ ഈ ഉറപ്പുകൾക്ക് ഭാവി ഉണ്ടാവുകയുള്ളൂ. നാറ്റോ വിടാം, പക്ഷേ തങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കണം. ഇതാണ് സെലൻസ്കിയുടെ ആദ്യത്തെ ഏറ്റവും കടുപ്പമേറിയ ആവശ്യം. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ അമേരിക്കൻ പക്ഷത്തുനിന്ന് ഒരു ശ്രദ്ധേയമായ നിർദ്ദേശം ഉയർന്നു വന്നിരുന്നു. റഷ്യൻ അധിനിവേശമുള്ള ഡൊണേറ്റ്സ്ക് മേഖലയിൽ നിന്ന് യുക്രൈൻ പിൻവാങ്ങി ഒരു സൈനിക രഹിത സ്വതന്ത്ര സാമ്പത്തിക മേഖല സൃഷ്ടിക്കാമെന്ന് US നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ സെലൻസ്കി ഇത് പൂർണ്ണമായും തള്ളിക്കളയുകയായിരുന്നു. ഇത് നീതിയല്ല എന്ന് ഞാൻ കരുതുന്നു. കാരണം ഈ സാമ്പത്തിക മേഖല ആരാണ് നിയന്ത്രിക്കുക? യുക്രൈനിയൻ സൈന്യം 5 മുതൽ 10 കിലോമീറ്റർ പിൻവാങ്ങുകയാണെങ്കിൽ എന്തുകൊണ്ട് റഷ്യൻ സൈന്യം അധിനിവേശ പ്രദേശങ്ങളിലേക്ക് അതേ ദൂരത്തിൽ കൂടുതൽ പിൻവാങ്ങുന്നില്ല എന്ന് അദ്ദേഹം ചോദിച്ചു. നിലവിലെ സംഘർഷരേഖയിലെ താൽക്കാലിക വെടിനിർത്തൽ എന്നതാണ് ഏറ്റവും നീതിയുക്തമായ ഓപ്ഷൻ എന്നും അദ്ദേഹം വാദിച്ചു. അതായത് നിലവിലെ അതിർത്തി രേഖ മരവിപ്പിക്കുക, ഭൂമി വിട്ടുകൊടുക്കുക എന്നത് യുക്രൈനിന് വളരെ സെൻസിറ്റീവായ വിഷയമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇതേസമയം സെലൻസ്കിയുടെ ഈ കടുത്ത നിലപാടുകളോട് റഷ്യ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് പ്രധാനമാണ്. ഒരു നീക്കുപോക്കിൽ എത്താൻ സമയമെടുക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളോഡിമിർ പുടിന്റെ വിദേശകാര്യ ഉപദേഷ്ടാവ് യൂറി ഉഷാക്കോവ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഡൊണറ്റ്സ്ക് സൈനിക രഹിത മേഖലയായാലും റഷ്യൻ പോലീസും ദേശീയ ഗാർഡ് യൂണിറ്റുകളും അവിടുത്തെ ചില ഭാഗങ്ങളിൽ തുടരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. യുക്രൈനും യൂറോപ്യൻ സഖ്യകക്ഷികളും മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിലെ മാറ്റങ്ങളെയും അദ്ദേഹം വിമർശിച്ചു. നയതന്ത്ര ചർച്ചകൾ ഒരു വശത്ത് സജീവമായി നടക്കുമ്പോഴും മറുവശത്ത് യുദ്ധം അതിന്റെ തീവ്രതയിൽ തുടരുകയാണ്. കഴിഞ്ഞ രാത്രി മാത്രം റഷ്യ ബാലിസ്റ്റിക് മിസൈലുകളും 138 ഡ്രോണുകളും വിക്ഷേപിച്ചതായി യുക്രൈൻ വ്യോമസേന അറിയിച്ചു. ഈ ആക്രമണങ്ങൾ കാരണം ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ വൈദ്യുതിയില്ലാതെ ദുരിതത്തിലാണെന്ന് സെലൻസ്കി പറഞ്ഞു. ഇതിന് മറുപടിയായി യുക്രൈനിയൻ സൈന്യത്തിന്റെ 235 ഡ്രോണുകൾ തടഞ്ഞതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയവും അറിയിച്ചു. ബെൽഗോറോഡ്, വോൾഗോഗ്രാഡ്, ക്രാസ്നോഡർ പ്രദേശങ്ങളിലും ഡ്രോൺ ആക്രമണങ്ങളും പരിക്കുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നാറ്റോ വേണ്ടെന്ന് വെക്കാൻ തയ്യാറായെങ്കിലും സ്വന്തം മണ്ണിൽ വിട്ടുവീഴ്ചയില്ല എന്ന സെലൻസ്കിയുടെ നിലപാട് ഈ സമാധാന ചർച്ചകളുടെ ഫലം നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കും. ശക്തമായ സുരക്ഷാ ഗ്യാരണ്ടികൾ നേടാൻ കഴിഞ്ഞാൽ
യുക്രൈന് സ്വന്തം പരമാധികാരം സംരക്ഷിച്ചുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിഞ്ഞേക്കും. എങ്കിലും റഷ്യയുടെ പിടിവാശിയും പ്രത്യേകിച്ച് ഡൊണറ്റ്സ്ക് മേഖലയിലെ തർക്കങ്ങളും ഈ സമാധാന ശ്രമങ്ങൾക്ക് മുന്നിൽ വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് മലയാളി വാർത്ത പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യൂ. Malayali Warta Plus, like, share and subscribe.